എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ 2021 ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ ലാസ്റ്റ് ക്ലാസ്സിലേക്ക് നമ്മൾ പോവുകയാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നിന്ന് തീരുമെന്ന് വിചാരിക്കുന്നു. അത്രയും ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്കുള്ളൂ. നമ്മൾ വേറെ വാചകവഴിയിലേക്കൊന്നും പോകണില്ല. ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ അതിലേക്ക് നമ്മൾ കയറുന്നു. ആദ്യമേ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 26 ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പറയുന്നത് നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ സെക്കൻഡ് on an average emitted by the source of a monochromatic light of wavelength 600 nanometer when it delivers the power of 3.3 into 10 raised to minus 3 what will be. നമ്മൾ അവിടെ അറിയേണ്ടുന്ന കാര്യം രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിയണം. രണ്ടെണ്ണത്തിനും നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് സെയിം ആണെങ്കിലും അതിനകത്തുള്ള ഒരു ലെറ്ററിന്റെ ടേം രണ്ടിന് രണ്ടാണ്. ഒന്ന്, എനർജി ഓഫ് എ ഫോട്ടോൺ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. ഒരു ഫോട്ടോണിന്റെ എനർജി ഇ എന്ന് പറയുന്നത് എച്ച് ന്യൂ ആണ്. അപ്പോൾ നമ്മൾ പവർ എന്ന് പറയുന്നത് എനർജി പെർ സെക്കൻഡ് ആണ്. പവർ ഈസ് ഈക്വൽ ടു എനർജി ബൈ ടൈം. ഇഫ് there are n number of photons emitted per second then power is equal to nh nu where n is the number of photons emitted per second where n is the number of photons per second. ഇത് പവറിനുള്ള ഇക്വേഷൻ ആണ്. ഇനി ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ലൈറ്റിന്റെ ഇന്റൻസിറ്റി, ലൈറ്റിന്റെ പവർ, ലൈറ്റിന്റെ ഇന്റൻസിറ്റി, ഇത് പവർ ആണ്. ഇന്റൻസിറ്റി നമ്മൾ എഴുതുമ്പോഴും ഇങ്ങനെ തന്നെയാണ് നമ്മൾ എഴുതുക. ഇന്റൻസിറ്റി ഐ ഈസ് ഈക്വൽ ടു എനർജി റേഡിയേറ്റഡ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് ഏരിയ ആണ്. എനർജി റേഡിയേറ്റഡ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് ഏരിയ ആണ് ഇന്റൻസിറ്റി എന്ന് പറയുക. ഇവിടെ നമ്മൾ സാധാരണ എഴുതുമ്പോൾ NH nu എന്ന് തന്നെ എഴുതും. പക്ഷെ അവിടെ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് ഏരിയ. ആ ഒരു വ്യത്യാസമുണ്ട്. രണ്ടാണെങ്കിലും ഇക്വേഷൻ ഇത് തന്നെ എഴുതിയാൽ മതി. ഫസ്റ്റ് കേസിൽ n is the number of photons emitted per second എന്ന് എടുത്തോണം. രണ്ടാമത്തെ കേസിൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് emitted per second per യൂണിറ്റ് ഏരിയ എന്ന് എടുത്താൽ രണ്ടാമത്തെ ആൻസർ കിട്ടി. ഇവിടെ എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ സെക്കൻഡ് ആണ് ചോദിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ഇതല്ല നമുക്ക് വേണ്ടുന്നത്. നമുക്കിവിടെ വേണ്ടുന്നത് ഫസ്റ്റിലെ പവറിന്റെ യൂണിറ്റ് ആണ്. പവർ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. Therefore, number of photons emitted per second is equal to P by H nu. P എന്ന് പറയുന്നത് 3.3 into 10 raised to minus 3. H Planck's constant 6.6 into 10 raised to minus 34 into nu. ഫ്രീക്വൻസി എത്രയാണ് തന്നിരിക്കുന്നത്? എച്ചിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി തന്നിട്ടില്ല, പകരം വേവ് ലെങ്ത് ആണ് നമുക്ക് തന്നിരിക്കുക. അതുകൊണ്ട് നമ്മൾ ഇവനെ എഴുതണം. പവർ ഈസ് ഈക്വൽ ടു P by H. Frequency nu is equal to C by lambda. Therefore, answer is equal to power is equal to 3.3 into 10 raised to minus 3. Lambda is equal to 600 nanometer. That is 600 into 10 raised to minus 9 nano. Divided by Planck's constant 6.6 into 10 raised to minus 34 into C 3 into 10 raised to 8. ഇത് ചെയ്താൽ എന്ത് കിട്ടുമെന്ന് നിങ്ങൾ നോക്കുക. സോൾവ് ചെയ്ത് പെട്ടെന്ന് കണ്ടുപിടിക്കുക. അത്രയും വേണം. ഇതൊക്കെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന സാധനം 200. ഇത് രണ്ടും കൂടി എന്ന് പറയുന്നത് 3.3 into 2. പിന്നെ ആ 2 2 കൂടെ ക്യാൻസൽ ആയപ്പോൾ ആൻസർ നമുക്ക് പെട്ടെന്ന് ഇവിടെ 100 എന്ന് വരും. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു മുകളില് 9 12, ദാറ്റ് ഈസ് 10 raised to minus 10 ഡിവൈഡഡ് ബൈ 10 raised to minus 34. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 raised to 24. ആൻസർ 10 raised to 24 ആണെന്ന് നോക്കുക. 10 raised to 6 ഞാൻ എവിടെയെങ്കിലും എഴുതിയത് നമുക്ക് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടാകാം. നാനോ വാട്സല്ലേ ഉള്ളു 3.3 into 10 raised to 3 600. അത് മാറ്റമില്ല. 10 raised to minus ഇവിടെ 8 കൂടെ ഉണ്ട്. 8 കൂടെ 8 ഞാൻ എടുക്കാൻ വിട്ടുപോയിരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 raised to 16. അത് തന്നെയാണ്. ഇവിടുത്തെ 10 raised to 8 എടുത്തില്ല. 10 raised to 16 അതാണ് അതിന്റെ ആൻസർ. സിമ്പിൾ ആൻസർ. അപ്പോൾ പവർ ഈസ് ഈക്വൽ ടു NH nu where n is the number of photons emitted per second. Intensity is also equal to NH nu where n is the number of photons emitted per second per unit area. രണ്ട് കാര്യങ്ങൾ ഓർക്കുക. അടുത്തത് നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 27 27ാമത്തെ ക്വസ്റ്റ്യനത്തേക്ക് കിടക്കാം. അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് an electromagnetic wave of wavelength lambda is incident on a photosensitive substance of negligible work function. If m is the mass of the photoelectron emitted from the surface has a de Broglie wavelength lambda d, then lambda d യും ലാംഡയും തമ്മിലുള്ള റിലേഷൻ ആണ് പറഞ്ഞിരിക്കുക.
അപ്പൊ നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ് നമ്മൾ ഓർക്കേണ്ട കാര്യം. ഒരു മെറ്റലിനകത്ത് വന്ന് ഒരു ലൈറ്റ് വന്ന് വീഴുന്നു, എനർജി. ഇവന്റെ വർക്ക് ഫംഗ്ഷൻ W ആണെങ്കിൽ കുറെ വർക്ക് ഫംഗ്ഷൻ ആയിട്ടും ബാക്കി ഇവന് കൈനറ്റിക് എനർജി ആയിട്ട് കിട്ടും. അപ്പോൾ നോർമലി നമ്മൾ എഴുതേണ്ടത് എന്താണ്? എനർജി ഓഫ് ദ ഇൻസിഡന്റ് ഫോട്ടോൺ ഈസ് ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി KE മാക്സിമം എന്നാണ് നമ്മൾ എഴുതുക. ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നു? വർക്ക് ഫംഗ്ഷൻ ഇല്ല. അതിന്റെ അർത്ഥം എനർജി ഈസ് കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻടു KE മാക്സിമം. അപ്പോൾ വന്നു വീഴുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത് ലാംഡ ആയതുകൊണ്ട് അവന്റെ എനർജി HC ഡിവൈഡഡ് ബൈ ലാംഡ. ഇതാണ് വന്നു വീഴുന്ന ലൈറ്റിന്റെ എനർജി. അത് കംപ്ലീറ്റ് ഹാഫ് mv മാക്സിമം സ്ക്വയർ ആയിട്ട് കിട്ടും. പക്ഷെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇവന്റെ വേവ് ലെങ്ത്, ഈ എമിറ്റ് ചെയ്തു പോകുന്ന ഇലക്ട്രോണിന്റെ വേവ് ലെങ്ത്, അത് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ലാംഡ ഈസ് ഈക്വൽ ടു h/p. അപ്പൊ ഞാൻ ഇവിടെ കൈനറ്റിക് എനർജി എന്ന് തന്നെ ഇടുന്നു. ഇവിടെ കൈനറ്റിക് എനർജി എന്ന് തന്നെ ഇടുന്നു. ലാംഡ ഈസ് ഈക്വൽ ടു h/p ആണ്. പക്ഷെ p നമുക്കറിയത്തില്ല. പക്ഷെ മൊമെന്റവും കൈനറ്റിക് എനർജിയുമായിട്ട് റിലേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു h/√2km, വേർ k is the kinetic energy. അപ്പൊ ലാംഡ ഈസ് ഈക്വൽ ടു ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ലാംഡ ഈസ് ഈക്വൽ h/p, വേർ p ഈസ് ഈക്വൽ √2km. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഈ ലാംഡ വേറെ, ഇതാണ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ലാംഡ ഡി എന്നിടുക, ഇല്ലെങ്കിൽ നമ്മൾ രണ്ടും കൂടെ ക്യാൻസൽ ആക്കി കളയും. ഇവിടെ നിന്ന് നമ്മൾ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ലാംഡ ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു h² ഡിവൈഡഡ് ബൈ 2km, ഓർ k ഈസ് ഈക്വൽ ടു h² ഡിവൈഡഡ് ബൈ 2k ലാംഡ ഡി സ്ക്വയർ. ആ കെക്ക് പകരം നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ HC ഡിവൈഡഡ് ബൈ ലാംഡ ഈസ് ഈക്വൽ ടു h² ഡിവൈഡഡ് ബൈ 2k ലാംഡ ഡി സ്ക്വയർ. ഒരു എച്ചും എച്ചുമായിട്ട് ക്യാൻസൽ ആയി പോകും. ലാംഡയുടെ ടേമിലാണ് ബാക്കിയെല്ലാം എഴുതിയിരിക്കുക. അതുകൊണ്ട് ലാംഡയുടെ ടേമിൽ എഴുതുക. ലാംഡയെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു 2kc ലാംഡ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ h. ദിസ് ഈസ് ദ ഇക്വേഷൻ. നോക്കുക, ആൻസർ ഏതാണെന്ന് നോക്കുക. കൈനറ്റിക് എനർജിയുടെ ടേമിൽ അല്ല തന്നിരിക്കുന്നത്. എന്നെ എവിടെ എഴുതി തെറ്റിയല്ലോടെ. ഇവിടെയാണ് തെറ്റിയത്. സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയത് തെറ്റിപ്പോയി. കൈനറ്റിക് എനർജി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ k വരില്ല. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഇവിടെ എഴുതിയപ്പോൾ തെറ്റിപ്പോയി. ദാറ്റ് ഈസ് k ഈസ് ഈക്വൽ ടു 2m ലാംഡ ഡി സ്ക്വയർ. ആ കെയുടെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ HC ഡിവൈഡഡ് ബൈ ലാംഡ ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജിക്ക് പകരം h² ഡിവൈഡഡ് ബൈ 2m ലാംഡ ഡി സ്ക്വയർ. ഒരു എച്ചും എച്ചുമായിട്ട് ക്യാൻസൽ ആയി. Therefore ലാംഡയെ അപ്പുറം കൊണ്ടുപോകുമ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു 2m ലാംഡ ഡി സ്ക്വയർ ഇൻറ്റു c, 2c ലാംഡ 2cm ലാംഡ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ h. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ ആൻഡ് ദിസ് ഈസ് ഗിവൺ ബൈ c. ആണോ നോക്കുക. 2mc ലാംഡ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ h. ദാറ്റ് ഈസ് ആൻസർ. പറഞ്ഞില്ല. അപ്പൊ ഡി ബ്രോഗ്ലി വേവിൽ ലാംഡ ഈസ് ഈക്വൽ h/p. ആ പിയുടെ സ്ഥാനത്ത് കൈനറ്റിക് എനർജിയുടെ ടേമിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ദിസ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 26. എനിക്ക് തോന്നി ക്വസ്റ്റ്യൻ നമ്പർ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞില്ല, ഇതിനകത്ത് ഇനി ബാക്കി കിടക്കുന്നതെല്ലാം സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻസ് മാത്രമാണ്. അവസാനം ഇലക്ട്രോണിക്സിനകത്ത് മാത്രമേ ഉള്ളൂ സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻ വരും. ഇതെല്ലാം സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻ ആണ്. 26 ഒക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് 26 സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതെ, എയിലെ തന്നെയാണ്. ഇനി അടുത്ത നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 27th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 27th ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A nucleus with a mass number 200 breaks into two fragments, each of mass number 120. The binding energy per nucleon of unfragmented nuclei is 7.6 MeV, while that of fragments is 8.5 MeV. The total gain in the binding energy in the process is. അപ്പൊ നമ്മൾ ആദ്യമേ നോക്കേണ്ടത് 240 എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയസ് ഇരുന്നു. അത് 2 ഫ്രാഗ്മെന്റുകളായിട്ട് മാറി. എത്രയൊക്കെ ആയിട്ട് മാറി? 120 വീതമുള്ള 2 ഫ്രാഗ്മെന്റ് ആയിട്ട് മാറി. ഇവലെ ഒരു ന്യൂക്ലിയോണിന്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ, ഒരു ന്യൂക്ലിയോണിന്റെ ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത്
അൺഫ്രാഗ്മെന്റിൻ്റെത് 7.6 ആണ്. 7.6 MeV ആണ്. ഇവിടെ ഉള്ള ഒരുത്തനത് 8.5 MeV ആണ്. അപ്പൊ നമ്മൾ നോക്കേണ്ട ഇത്രയും മാത്രമേ ഉള്ളൂ. ടോട്ടൽ ഇനിഷ്യൽ ബൈൻഡിങ് എനർജി ഈസ് ഈക്വൽ ടു 240 into 7.6 MeV ആയിരുന്നു. ഇത് രണ്ട് ഫ്രാഗ്മെന്റുകളായിട്ട് മാറിയപ്പോൾ ഒരാൾക്ക് 120 into 8.5 MeV, അടുത്തയാൾക്കും 120 into 8.5 MeV തന്നെയാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇങ്ങനെ പറയാം, ഇവൻ്റെത് 24 into 76 MeV എന്ന് ഞാൻ എഴുതുന്നു. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി ഈക്വൽ ആയ 2 into, അതായത് 2 into 120, ദാറ്റ് ഈസ് ഈക്വൽ ടു 240, ദാറ്റ് ഈസ് 24 into 8.5 MeV. അപ്പോൾ ആദ്യമേ ഉണ്ടായിരുന്ന ടോട്ടൽ ബൈൻഡിങ് എനർജി ഇതാണ്, ഇപ്പോഴുള്ള ടോട്ടൽ ബൈൻഡിങ് എനർജി ഇതാണ്. അപ്പോൾ എത്ര എനർജി കൂടുതൽ കിട്ടിയെന്ന് ചോദിച്ചാൽ 8.5 MeV, സോറി 8.5 into 24 MeV, ഇത് മൈനസ് 8.5 അല്ല, സോറി 85. 240 ഒരു 0 ഞാൻ എടുത്തത് കൊണ്ട് ഇവിടെ വരുന്നത് 85 ആണ്. 85, ദാറ്റ് ഈസ് 85 into 24 MeV മൈനസ് 76 into 24 MeV. ഇതാണ് എനർജി ഗെയിൻ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 24 into 85 minus 76 MeV. That is it is equal to 24 into 30, 12. 12 അല്ലല്ലോ 40, 75, 11, 9 MeV. 24 into 9, 240 minus 24, that is equal to 214. 214 വരണം. 216 MeV ഇതാണ് ആൻസർ. Therefore answer is D. ഒന്നുമില്ല, ഇവിടുത്തെ ടോട്ടൽ എനർജി കണ്ടുപിടിക്കുക, ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ടോട്ടൽ എനർജി കണ്ടുപിടിക്കുക, ആൻസർ എടുക്കുക. അപ്പൊ ഇവന്റെ എനർജി 120 into 8.5 MeV, ഇവരുടേതും 120 into 8.5 MeV, ഇവന്റേതാണെങ്കിൽ 240 into 7.6 MeV. ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്താൽ ആൻസർ എടുക്കും. ഇതിനെ നമ്മൾ ഇപ്പൊ നടന്ന ഈ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ന്യൂക്ലിയർ ഫിഷൻ. അതായത് വലിയ ന്യൂക്ലിയസിന്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറവായതുകൊണ്ട് ഇവർ സ്റ്റേബിൾ അല്ല. ഇവർ സ്റ്റേബിളായി, ചെറിയ ന്യൂക്ലിയസ് സ്റ്റേബിൾ അല്ല, വലിയ ന്യൂക്ലിയസുകളും സ്റ്റേബിൾ അല്ല. വലിയ ന്യൂക്ലിയസുകളുടെ ബൈൻഡിങ്, അതിന്റെ ഗ്രാഫൊക്കെ നമ്മൾ ഓർത്തിരുന്നോണം. അതിന്റെ ഗ്രാഫുകളൊക്കെ നമുക്കുണ്ട്. ആ ഗ്രാഫുകളൊക്കെ ഇങ്ങനെ വരുന്നൊരു ഗ്രാഫ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ ഓർത്തിരുന്നോണം. ഇങ്ങനെ വരുന്നൊരു ഗ്രാഫ് ഉണ്ട്. അപ്പൊ ചെറിയ ന്യൂക്ലിയറുടെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണും കുറവാണ്, വലിയ ന്യൂക്ലിയറുടെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണും കുറവാണ്. ഇന്റർമീഡിയറ്റ് ന്യൂക്ലിയോൺസ് ആണ് നല്ല മോർ സ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും, ചെറിയ ന്യൂക്ലിയോൺസ് ഇന്റർമീഡിയറ്റിലേക്ക് വരാൻ വേണ്ടി ചെറുതുകൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് വലുതാവും. അതിന് പറയുന്നവരാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. അതുപോലെ വലിയ ന്യൂക്ലിയോൺസ് സ്പ്ലിറ്റ് ചെയ്ത് ഇന്റർമീഡിയറ്റിലേക്ക് വരും, അതിന് പറയുന്നവരാണ് ന്യൂക്ലിയർ ഫിഷൻ. അപ്പോൾ ഇവിടെ നടന്ന പ്രോസസ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫിഷനാണ്. ന്യൂക്ലിയർ ഫിഷൻ നടത്തിയപ്പോൾ കണ്ടല്ലോ, നമ്മൾ ഇവിടെ കണ്ട ആൻസർ, ഇവർക്ക് ബൈൻഡിങ് എനർജി കൂടുതൽ വന്നു. ആ ബൈൻഡിങ് എനർജി കൂടുതൽ വന്നാൽ അതിന്റെ അർത്ഥം അവർ മോർ സ്റ്റേബിൾ ആണ്. അപ്പൊ ഇന്റർമീഡിയറ്റ് ന്യൂക്ലിയോൺസ് ആണ് മോർ സ്റ്റേബിൾ. ഓക്കെ, നമ്മൾ അത് കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 28 നമ്മൾ പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 28. A radioactive nuclei undergoes spontaneous decay in the sequence. അവിടെ സീക്വൻസ് ഇല്ല. ആ സീക്വൻസ് ഞാൻ നോക്കാം. അതിനകത്ത് തന്നിരിക്കുന്ന സീക്വൻസ് എന്ന് പറയുന്നത് ഇവിടെ വരേണ്ടുന്ന സാധനം ഇതാണ്. XZA giving rise to B എന്ന് പറയുന്ന ന്യൂക്ലിയാണ് Z-1 upon Z-1 giving rise to CZ-3 giving rise to DZ-2. ഇതാണ് നമ്മളുടെ ഇതിനകത്ത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ XAZ, ZA, BZ-1, CZ-3, DZ-2, where Z is the atomic number and X is the element. The possible decay particles in the sequence are. ഇതിനകത്ത് ഏതൊക്കെ പോസിബിലിറ്റി ആണ് നമുക്ക് വന്നിരിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുക. അതാ നമ്മൾ എഴുതിയിരിക്കുന്നത്, ആ റിലേഷൻ തന്നിരിക്കുന്നു.
ഇവിടെ എക്ക് നമ്മൾ പറയുന്ന പേരാണ് മാസ് നമ്പർ, ഇസഡ് എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ. ഇവിടെ മാസ് നമ്പറിനെ കുറിച്ച് ഒന്നുമേ മിണ്ടുന്നില്ല. മാസ് നമ്പർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കണം, അല്ലെങ്കിൽ അതിന് മാറ്റം ഉണ്ടാവുന്നു. എന്താണെന്ന് നമുക്കറിയത്തില്ല, അതിനെക്കുറിച്ച് നമ്മൾ മിണ്ടണ്ട. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ കേസിൽ അറ്റോമിക് നമ്പർ ഡിക്രീസസ് ബൈ 1. അപ്പൊ അറ്റോമിക് നമ്പർ ശ്രദ്ധിച്ചോണം, അറ്റോമിക് നമ്പർ ഒന്ന് കുറഞ്ഞു. ഇവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ അറ്റോമിക് നമ്പർ 2 കുറഞ്ഞു. ഇവിടെ നിങ്ങൾ കാരണം ഇവിടെ ആൾറെഡി 1 കുറഞ്ഞു. 3 ആകുമ്പോൾ അറ്റോമിക് നമ്പർ ഡിക്രീസസ് ബൈ 2. ഇവിടെ ആവുമ്പോൾ അറ്റോമിക് നമ്പർ ഇൻക്രീസസ് ബൈ 1. കാരണം -3 ആയിരുന്നത് -2 ആയി. അത് ആദ്യമേ മനസ്സിലാക്കണം. ഇവിടെ അറ്റോമിക് നമ്പർ ഡിക്രീസസ് ബൈ 1. ഇവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ അറ്റോമിക് നമ്പർ 2 കുറയുന്നു. ഇവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ അറ്റോമിക് നമ്പർ 1 ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട കണ്ടീഷൻ, ഒരു ന്യൂക്ലിയസിനകത്ത് 2 അറ്റോമിക് നമ്പർ കുറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മാസ് നമ്പർ 4 കുറഞ്ഞു, അറ്റോമിക് നമ്പർ 2 കുറഞ്ഞു, അത് ആൽഫ പാർട്ടിക്കിൾ ആണ്. അപ്പോൾ ഇവിടെ ഒരു ചാൻസ് എന്താണ്? ഹിയർ ദർ ഈസ് എ പോസിബിലിറ്റി ഫോർ ആൽഫ പാർട്ടിക്കിൾ. ഒരു ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുമ്പോൾ മാസ് നമ്പർ ഡിക്രീസസ് ബൈ 4, അറ്റോമിക് നമ്പർ ഡിക്രീസസ് ബൈ 2. അറ്റോമിക് നമ്പർ ഡിക്രീസസ് ബൈ 2 ആയതുകൊണ്ട് അത് ആൽഫ പാർട്ടിക്കിൾ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെയാണെങ്കിലോ സാർ, അവിടെ നമ്മൾ ചിന്തിക്കുക, ഒരു ന്യൂക്ലിയസിനകത്ത് 10 പ്രോട്ടോണും 10 ന്യൂട്രോണും ഉണ്ടെന്ന് കരുതുക. ആക്ച്വലി ന്യൂട്രോൺ എന്ന് പറയുന്ന പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും കൂടെ കോമ്പിനേഷൻ ആണ് ന്യൂട്രോൺ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഇതിനകത്തിരിക്കുന്ന ഒരു ന്യൂട്രോൺ സ്പ്ലിറ്റ് ചെയ്ത് ഒരു ഇലക്ട്രോണും പ്രോട്ടോണുമായിട്ട് മാറും. അപ്പോൾ എന്ത് സംഭവിക്കും? 9 ന്യൂട്രോൺ ആകും. ഒരു ന്യൂട്രോൺ സ്പ്ലിറ്റ് ചെയ്ത് ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ആകും. ആ ഇലക്ട്രോൺ പുറത്തേക്ക് ഇറങ്ങി പോകുന്നതാണ് ബീറ്റ നെഗറ്റീവ്. കാരണം ഇലക്ട്രോൺ ഇറങ്ങി പോകുന്നു, ബീറ്റ നെഗറ്റീവ്. ഈ പ്രോട്ടോൺ ഇവന്റെ കൂടെ ചേർന്ന് ഒരു അറ്റോമിക് നമ്പർ, അപ്പൊ അറ്റോമിക് നമ്പർ 1 ഇൻക്രീസസ് മീൻസ് ബീറ്റ നെഗറ്റീവ്. ഇവിടെ അറ്റോമിക് നമ്പർ 1 ഇൻക്രീസസ് അല്ലേ, അതുകൊണ്ട് അവിടെ ബീറ്റ നെഗറ്റീവ്. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇനി നേരെ അടുത്ത പ്രോസസ് നമ്മൾ ചിന്തിച്ചു നോക്കിയേ. 10 പ്രോട്ടോണും 10 ന്യൂട്രോണും ഇരിക്കുന്നു. പുറത്തുകൂടി പോകുന്ന ഒരു ഇലക്ട്രോൺ ഇവൻ അകത്തേക്ക് പിടിച്ചെടുത്തിട്ട് ഇവിടെ ഇരിക്കുന്ന ഒരു പ്രോട്ടോൺ, അതായത് 9 പ്രോട്ടോണും ഒരു പ്രോട്ടോൺ ഈ ഇലക്ട്രോണുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരു ന്യൂട്രോൺ ആയിട്ട് മാറും. അപ്പോൾ ആൾറെഡി 10 ന്യൂട്രോൺ ഉണ്ട്, ഇതും കൂടെ കമ്പൈൻ ചെയ്ത് ന്യൂട്രോൺ ആകുമ്പോൾ 11 ന്യൂട്രോൺ ആവും. അങ്ങനെ ഈ ഇലക്ട്രോൺ അകത്തേക്ക് കയറുന്നതിന്റെ അർത്ഥം പുറത്തേക്ക് പോസിറ്റീവ് ചാർജ് വരും. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് കോൾഡ് ബീറ്റ പോസിറ്റീവ്. അപ്പോൾ അറ്റോമിക് നമ്പർ 1 കുറയുകയാണെങ്കിൽ ബീറ്റ പോസിറ്റീവ്. Therefore, this is ബീറ്റ പോസിറ്റീവ്. 2 അറ്റോമിക് നമ്പർ 2 ഡിക്രീസ് ചെയ്തതിന്റെ ഫലമായിട്ട് ആൽഫ പാർട്ടിക്കിൾ, അറ്റോമിക് നമ്പർ 1 ഇൻക്രീസ് ചെയ്തതിന്റെ ഫലമായിട്ട് ബീറ്റ നെഗറ്റീവ്. Therefore, the possibility ഏതൊക്കെ ആയിരിക്കണം? ബീറ്റ പോസിറ്റീവ്, ആൽഫ, ബീറ്റ നെഗറ്റീവ്. This is the possibility. Therefore, answer is C. അതാണ് 28th ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ അടുത്ത 29th ക്വസ്റ്റ്യനകത്തേക്ക് പോകുന്നു. ഇത് നന്നായിട്ട് ശ്രദ്ധിച്ചു നോക്കുക. അറ്റോമിക് നമ്പർ ഡിക്രീസസ് ബൈ 1, ഇവിടെ ഡിക്രീസസ് ബൈ 2, ഇവിടെ ഇൻക്രീസസ് ബൈ 1. അതിന്റെ പോസിബിലിറ്റിയാണ് ഞാൻ ഈ പറഞ്ഞത്. അത് നന്നായിട്ട് മനസ്സിലാണെങ്കിൽ 1-2 പ്രാവശ്യം ഒന്ന് റീവൈൻഡ് ചെയ്ത് കേൾക്കുക. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 29. ദ ഹാഫ് ലൈഫ് ഓഫ് എ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയേ ഈസ് 100 hours. The fraction of original activity that will remain after 150 hours would be. ഒരുത്തന്റെ ആക്ടിവിറ്റി ഹാഫ് ലൈഫ് ഓഫ് എ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയർ എന്ന് പറഞ്ഞാൽ T½ എന്ന് പറയുന്നത് 100 hours ആണ്. അങ്ങനെയാണെങ്കിൽ ദ ഫ്രാക്ഷൻ ഓഫ് ഒറിജിനൽ ആക്ടിവിറ്റി ദാറ്റ് വിൽ റിമെയിൻസ് ആഫ്റ്റർ 150 hours എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മളൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. പ്രസന്റ് ആക്ടിവിറ്റി ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ ആക്ടിവിറ്റി ഈസ് ഈക്വൽ 1/2 റൈസ് ടു n. അങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്. സാധാരണ പറയുന്ന present number of nuclei divided by initial number of nuclei is equal to 1/2 raised to n, where n എന്ന് പറയുന്നത് എന്തായിരിക്കണം? n is equal to total time divided by half life. ഇവിടെ total time is equal to 150 and half life is equal to 100. That is, it is equal to 3/2. Therefore, activity A divided by A0 is equal to A by A0 is equal to 1/2 raised to 3/2. മനസ്സിലാവുന്നുണ്ടല്ലോ?
1/2 ന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 1/8 raised to half. That is, it is equal to 1/2 root 2. This is the answer. Therefore, answer is equal to 1/2 root 2. That is, answer is B. ഈ ആൻസർ പഠിച്ചു വെക്കണം. ഇതും ഒന്ന് തന്നെയാണ്. ആക്ടിവിറ്റിക്കും നമ്പർ ഓഫ് ന്യൂക്ലിയസിനും സംഭവിക്കുന്ന ചേഞ്ച് ഒന്ന് തന്നെയാണ്. n is equal to n/n0 is equal to 1/2 raised to n, or activity a/a0 is equal to 1/2 raised to n, where n is a number of half lives എന്നാണ് അതിന്റെ അർത്ഥം. നമ്പർ ഓഫ് ഹാഫ് ലൈഫ് മീൻസ് ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ ഹാഫ് ലൈഫ്. ഓക്കെ, 29th ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ഇനി 3 ക്വസ്റ്റ്യൻ, അത് 3ഉം ഇലക്ട്രോണിക്സ് ആയിരിക്കും. ഓക്കെ, 3 ക്വസ്റ്റ്യനും ഇലക്ട്രോണിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇതിനകത്ത് 30th ക്വസ്റ്റ്യൻ അല്പം കൂടുതൽ സമയമെടുക്കും. അതുകൊണ്ട് നമ്മൾ ആ 30th ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് നമുക്ക് പോകാം. അതിനകത്ത് പറഞ്ഞിട്ട് തന്നെ പോകാം. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ ഓർത്തോണം. ഇത് സ്ഥലം നമുക്ക് കുറവായത്, ഇതാണ് ആൻസറുകൾ. ക്വസ്റ്റ്യൻ അതാണ്. അതാദ്യമേ മനസ്സിലാക്കണേ. ക്വസ്റ്റ്യൻ ഇവിടം തൊട്ട് റൈറ്റ് സൈഡിൽ കിടക്കുന്നതാണ് ക്വസ്റ്റ്യൻ. പറഞ്ഞിരിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. ഈ തന്നിരിക്കുന്ന ഇതൊരു എന്താണ്, നമ്മുടെ എക്കും ബിക്കും, നമ്മൾ ഈ രണ്ട് എയുടെയും ബിയുടെയും സിയുടെയും വേവ് ഫോം ആണ്. നമ്മൾ ഈ വേവ് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 1 0 1 0 5 എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ ഇലക്ട്രോൺസിനകത്ത് 5 വോൾട്ട് എന്ന് പറയുന്നത് ഹൈ ആയിട്ടാണ് നമ്മൾ എടുക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ ഇൻപുട്ടുകൾ ഏതൊക്കെയാണ്? 0 1 0 1 0 1 0. ബിയുടെ ഇൻപുട്ടുകൾ ഏതൊക്കെയാണ്? 0 0 1 1 0 0 0. മനസ്സിലാവുന്നുണ്ടല്ലോ. സിയുടെ ഇൻപുട്ടുകൾ ഏതൊക്കെയാണ്? 1 1. ഇതാണ് 0 1 1 0 0. അപ്പൊ ഞാൻ ഇതിന്റെ കറസ്പോണ്ടിങ് ഇൻപുട്ട് ഞാൻ ഇവിടെ എഴുതുകയാണ്. എയുടെ ഇൻപുട്ട് ഞാൻ എഴുതുന്നു. ശ്രദ്ധിച്ചോണം. എയുടെ ഇൻപുട്ട് 0, 6 ഇൻപുട്ട്, 1 2 3 4 5 6 7 ഇൻപുട്ടുകളാണ്. 0 1 0 1 0 1 0. 1 2 3 4 5 6 7 ഇൻപുട്ട്. ഇനി ബി എന്ന് പറയുന്ന ആളിന്റെ ഇൻപുട്ട് ഞാൻ വരയ്ക്കുകയാണ്. ബിയുടെ ഇൻപുട്ട് ഞാൻ എഴുതുകയാണ്. ബിയുടെ ഇൻപുട്ട് ഏതൊക്കെയാണ്? 0 0 1 1, പിന്നെ ബാക്കിയെല്ലാം 0 0 0 1 1, ബാക്കിയെല്ലാം 0. ഇനി സിയുടെ ഇൻപുട്ട് ഞാൻ എഴുതുകയാണ്. 1 1 0 0 1 1 0 0, ബാക്കിയെല്ലാം 1. ഇതാണ് സി. ഇതിനെ മൂന്നിനെയും എടുത്താണ് നമ്മൾ ഇതിന്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിനെ നമ്മൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാനൊന്ന് പറയാം. ഇവിടെ ഞാൻ തൽക്കാലം ആദ്യമേ എഴുതാൻ പോണത് എ എന്ന് പറയുന്ന ഇൻപുട്ട് എഴുതുന്നു, ബി എന്ന് പറയുന്ന ഇൻപുട്ട് എഴുതുന്നു, സി എന്ന് പറയുന്ന ഇൻപുട്ട് എഴുതുന്നു. താഴേക്ക് ഞാൻ എഴുതുന്നു എ ബി സി. ശ്രദ്ധിച്ചോ, ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണേ. വേവ് ഫോം തന്നെ, ഇത്രയും കൂടിയ വേവ് ഫോം തന്നിരിക്കുന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആദ്യത്തെ എന്താണ്? അവന്റെ ഇൻപുട്ടുകൾ 0 1 0 1 0 1 0 0 1 0, അത്രയുമേ ഉള്ളൂ. 7 ഇൻപുട്ടുകൾ. 1 2 3 4 5 6 7 ഇൻപുട്ട്. രണ്ടാമത്തവന്റെ ഇൻപുട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. ബിയുടേത് 0 0 1 1 0 0 1 1, ബാക്കിയെല്ലാം 0. മൂന്നാമത്തെ ഇൻപുട്ട് എന്താണ്? 1 1 0 0, ബാക്കിയെല്ലാം 1. ഇതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻപുട്ടിൽ നമുക്ക് കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾ. ഇതാണ്. ഇത് ആർക്കാണ് നമ്മൾ കൊടുക്കേണ്ടുന്നത്? ഇത് നമ്മൾ കൊടുക്കേണ്ടുന്നത് ഈ ഗേറ്റിനാണ്. ഈ ഗേറ്റ് എന്താണ്? ഈ ഗേറ്റിന്റെ ഇത് രണ്ടാമത്തത് മൂന്നാമത്തത്. നമ്മൾ ഓർക്കേണ്ടുന്ന കാര്യം ഓർക്കുക. ഇവിടെ വരുന്നത് എ ഡോട്ട് ബി ആണ്. എ ആൻഡ് ബി. ഇവിടെ വരുന്നത് ബി ഡോട്ട് സിയുടെ ബാർ, നോട്ട് ഗേറ്റ് ആണ്. ബി ഡോട്ട് സി ബാർ. ഇവിടെ വരുന്നത് എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി ബാർ. ഇതാണ് കണ്ടീഷൻ. എയും ബിയും കൂടെ ആൻഡ് ഗേറ്റ്, എയും ബിയും ആൻഡ് ചെയ്തിട്ട് അതിന് നോട്ട് ഗേറ്റ്, ഇതിന് രണ്ടിനെയും കൂടെ ഓർ ഗേറ്റ്. ഇതാണ് പ്ലസ്. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആദ്യമേ നമുക്ക് ചെയ്യാം. എ ഡോട്ട് ബി നമുക്ക് എന്താണെന്ന് എഴുതാം. എ ഡോട്ട് ബി ഒക്കെ ആദ്യമേ എ ഡോട്ട് ബി എഴുതണം.
അത് കഴിഞ്ഞ് എ ഡോട്ട് ബി ബാർ എന്താണ്, സോറി ബി ഡോട്ട് സി ബാർ എന്താണെന്ന് എഴുതണം. ബി ഡോട്ട് സി ബാർ എന്താണെന്ന് എഴുതണം. അത് കഴിഞ്ഞ് അതിന്റെ രണ്ടിന്റെയും കൂടെ ഓർ എഴുതണം. എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി ബാർ. ഇനി നമുക്ക് ആ ഗേറ്റുകളൊന്നും വേണ്ട, ഇനി നമുക്ക് ഇത് മാത്രം മതി. ഇതിനകത്ത് ഇത് എഴുതുമ്പോഴത്തേക്ക് കുറെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ഞാൻ ആ കണ്ടീഷൻസ് വെച്ചങ്ങ് പറഞ്ഞു പോകുന്നു. വേറെ മാർഗമില്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു തരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒത്തിരി സമയം പിടിക്കും. ആൻഡ് ഗേറ്റിന്റെ പ്രത്യേകത പഠിച്ചു വയ്ക്കുക. ഇപ്പൊ പറയുന്നത് മനസ്സിലാക്കി വെക്കാൻ പറ്റിയത് നല്ലത്. ആൻഡ് ഗേറ്റിന്റെ പ്രത്യേകത ഇൻപുട്ടിൽ സീറോയെ കണ്ടാൽ സീറോ, അത് പഠിച്ചു വയ്ക്കുക. ആൻഡ് ഗേറ്റിന്റെ പ്രത്യേകത സീറോയെ കണ്ടാൽ സീറോ. നാൻഡ് ഗേറ്റിന്റെ പ്രത്യേകത സീറോയെ കണ്ടാൽ 1. ഇൻപുട്ടിൽ എവിടെയെങ്കിലും സീറോ ഉണ്ടെങ്കിൽ അവൻ ഔട്ട്പുട്ടിൽ ഉറപ്പായിട്ടും 1 തരും. ആൻഡ് ഗേറ്റിന്റെ പ്രത്യേകത ഇൻപുട്ടിൽ എവിടെയെങ്കിലും സീറോയെ കണ്ടാൽ ഔട്ട്പുട്ടിൽ സീറോയെ വരൂ. ഇനി ഓർ ഗേറ്റിന്റെ പ്രത്യേകത 1നെ കണ്ടാൽ 1. നോർ ഗേറ്റിന്റെ പ്രത്യേകത 1നെ കണ്ടാൽ 0. ഇത് ഇങ്ങനെ തന്നെ നമ്മൾ ഗേറ്റുകൾക്ക് ഇങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കണം. അല്ലാതെ അവിടെ ലോജിക്കൽ ഓപ്പറേഷൻ ഒക്കെ വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് തകർന്നു പോകും. ഇത് ഓർത്തിരിക്കുക. ഇത് പറ്റിയാൽ നിങ്ങൾ എഴുതി പഠിക്കുക. ആൻഡ് ഗേറ്റിന്റെ പ്രത്യേകത സീറോയെ കണ്ടാൽ 0. നാൻഡ് ഗേറ്റ് തിരിച്ച് സീറോയെ കണ്ടാൽ 1. ഓർ ഗേറ്റിന്റെ പ്രത്യേകത 1. അപ്പൊ ഈ രണ്ടെണ്ണം പഠിച്ചു വെച്ചാൽ മതി. ആൻഡ് ഗേറ്റ് സീറോയെ കണ്ടാൽ 0, ഓർ ഗേറ്റ് 1നെ കണ്ടാൽ 1. ഇനി നമ്മൾ നോക്കൂ, ആദ്യത് എ ഡോട്ട് ബി ആണ്. ആൻഡ് ഗേറ്റിന്റെ പ്രത്യേകത എന്താ? സീറോയെ കണ്ടാൽ 0, 0 അതുകൊണ്ട് 0. ഇവിടെ 0 ഉള്ളത് കൊണ്ട് ഇവിടെ ഇതെടുക്കരുത്, എയും ബിയും മാത്രമാണ് ചെയ്യുന്നത്. ഇവിടെ 0 ഉള്ളത് കൊണ്ട് 0, ഇവിടെ 0 ഇല്ലാത്തത് കൊണ്ട് 1, ഇവിടെ 0 ഉള്ളത് കൊണ്ട് 0, ഇവിടെ 0 ഉള്ളത് കൊണ്ട് 0, ഇവിടെ 0 ഉള്ളത് കൊണ്ടും 0. ഇൻപുട്ടിൽ എവിടെയെങ്കിലും ഇൻപുട്ടിൽ എവിടെയെങ്കിലും ഈ രണ്ട് എയും ബിയും കൂടാണ് ആൻഡ് ചെയ്യുക. 0 എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. 0 ഇല്ലാത്തടത്ത് മാത്രം 1. ഇനി അടുത്തത് ബി ഡോട്ട് സി ബാർ, അതായത് നാൻഡ് ഗേറ്റ് ആണ്. നാൻഡ് ഗേറ്റിന്റെ പ്രത്യേകത എന്താ? സീറോയെ കണ്ടാൽ 1. അപ്പൊ ഇത് ബിയും സിയും കൂടിയാണ് നമ്മൾ എടുക്കുക. ബിയും സിയും കൂടി ഓർത്തോണേ, ബിയും സിയും കൂടി. അതിന്റെ ഇവിടെ സീറോയെ കണ്ടാൽ 1, ഇവനും കൂടെ എടുക്കുക. ഇതെടുക്കരുതേ, ഇത്രയുമാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിനകത്ത് ബി സിയുടെ ബാർ നാൻഡ് ഗേറ്റ് എടുക്കുമ്പോൾ എന്താ വരുന്നത്? സീറോയെ കണ്ടാൽ 1, സീറോയെ കണ്ടത് കൊണ്ട് 1, ഇതിനകത്ത് 0 ഉള്ളത് 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 കൊണ്ട് 1, ഇതിനകത്തും 0 ഉള്ളത് കൊണ്ട് 1. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതും കൂടി ഓർ ഗേറ്റ്. അപ്പൊ ഇതാണ് ഒരു ഇൻപുട്ട്, ഇതാണ് ഒരു ഇൻപുട്ട്. ഓർ ഗേറ്റിന്റെ പ്രത്യേകത എന്താ? 1നെ കണ്ടാൽ 1 ഉറപ്പാണ്. 1 ഉള്ളത് കൊണ്ട് 1, 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 1 ഉള്ളത് കൊണ്ട് 1. Therefore ഔട്ട്പുട്ട് ഓൾ ആർ ഹൈ. ഔട്ട്പുട്ട് എല്ലാവരും എന്തായിരിക്കണം? ഹൈ. നമുക്ക് ക്വസ്റ്റിനകത്തേക്ക് വരാം, അവിടെ ആൻസറിനകത്തേക്ക് വരാം. ഓൾ ആർ ഹൈ വരുന്നത് സി ആണ്. ആൻസർ ഈസ് സി. എല്ലാം 5ലാണ് വന്ന് നിൽക്കുക. 5 എന്ന് കൊടുത്തിരിക്കുന്നു. ദാറ്റ് ഈസ് ഓൾ ആർ ഹൈ. ദാറ്റ് ഈസ് ആൻസർ ഈസ് 1. ദിസ് ഈസ് ആൻസർ. ഓക്കെ, ഇതൊക്കെ നല്ല ക്വസ്റ്റ്യൻസ് ആണ്. നന്നായിട്ട് ചെയ്തൊക്കെ പഠിക്കണം. നിങ്ങളിത് വീണ്ടും റീവൈൻഡ് ചെയ്ത് കാണുക, ചെയ്ത് ശീലിക്കുക. ഓക്കെ, അപ്പൊ എ ഡോട്ട് ബി എടുക്കുമ്പോൾ എയും ബിയും കൂടി ഇവർ തമ്മിൽ ഡോട്ട് ചെയ്യണം. ഡോട്ട് എടുക്കുമ്പോൾ ആ കണ്ടീഷൻ നമ്മൾ പറഞ്ഞ കാര്യം നമ്മൾ മറന്നു പോരുത്. ആൻഡ് ഗേറ്റിന്റെ പ്രത്യേകത സീറോയെ കണ്ടാൽ 0. അടുത്തത് നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ബിയും സിയും കൂടി എടുക്കണം. ബിയും സിയും കൂടി എടുത്തിട്ട് അതിന്റെ നാൻഡ് സീറോയെ കണ്ടാൽ 1. അങ്ങനെ ചെയ്തു പോവുക. ബാക്കി നിങ്ങൾ ചെയ്യുക. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 31. ഇനി 2 ക്വസ്റ്റ്യൻ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 31. The electron concentration in an n-type semiconductor is the same as hole concentration in a p-type semiconductor. An external field electric is applied across each of them. Compare the current in them. അപ്പൊ അതായത് ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എടുത്തു, ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ എടുത്തു. എന്നിട്ട് നമ്മൾ സെയിം ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് കറണ്ട് ഫോം ചെയ്യും. ഇവിടെ സംഭവം ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ കാര്യം മാത്രമാണ്. കറണ്ട് ഇൻ എൻ ടൈപ്പ് ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻ പി ടൈപ്പ്.
current in n type is p type is greater than current in n type. Current in n type is greater than current in p type. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് n ടൈപ്പും p ടൈപ്പും നിങ്ങൾ വിട്ട് കളഞ്ഞേക്കുക. ഞാനൊരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എടുക്കുന്നു. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1000 ഹോൾസ് ഉണ്ടെങ്കിൽ 1000 ഇലക്ട്രോൺസും ഉണ്ടാവും. ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. ഇവിടെ നമ്മളൊരു ബാറ്ററി എടുത്ത് കണക്ട് ചെയ്യുന്ന സമയത്ത് ഹോളിന്റെ ചാർജ് +1.6 × 10⁻⁻19, ഇലക്ട്രോണിന്റെ ചാർജ് -1.6 × 10⁻⁻, ചാർജ് സെയിം ആണ്. കൊടുക്കുമ്പോൾ ഇലക്ട്രോൺസ് എല്ലാവരും കൂടെ പോസിറ്റീവിന്റെ സൈഡിലേക്ക് മൂവ് ചെയ്യും, ഹോൾസ് എല്ലാവരും കൂടെ നെഗറ്റീവിന്റെ സൈഡിലേക്ക് മൂവ് ചെയ്യും. ഇലക്ട്രോൺസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കറണ്ടിന് പറയുന്ന പേരാണ് ഇലക്ട്രോൺ കറണ്ട്, ഹോൾസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കറണ്ടിന് പറയുന്ന പേരാണ് ഹോൾ കറണ്ട്. രണ്ടുപേരുടെ ഡയറക്ഷൻ ഒറ്റ ഡയറക്ഷൻ ആണെന്ന് ഓർത്തോണം. കാരണം ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ആണ് ഇലക്ട്രോൺ കറണ്ട്. ഹോള് മൂവ് ചെയ്യുന്ന അതേ ഡയറക്ഷൻ ആണ് ഹോൾ കറണ്ട്. Therefore നെറ്റ് കറണ്ട് ഇൻ ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ഈസ് ഈക്വൽ ടു IE + IH. അല്ലാതെ 0 ആയി പോകുമെന്ന് എഴുതരുത്. 1000 ഇലക്ട്രോൺസ് അങ്ങോട്ടും 1000 ഹോൾ ഇങ്ങോട്ടും ആയതുകൊണ്ട് 0 ആയി പോകുമെന്ന് കരുതരുത്. ഇവിടെ 1000 ഇലക്ട്രോൺസും 1000 ഹോൾസും കൂടി ഉണ്ടാക്കുന്ന കറണ്ടാണ് IE + H. എന്നാൽ പോലും IE ഈസ് ഗ്രേറ്റർ ദാൻ IH. ഇലക്ട്രോൺ കറണ്ട് ആയിരിക്കും കൂടുതൽ. അതെന്താ സാറേ? രണ്ടുപേരുടെ എണ്ണം ഈക്വൽ അല്ലേ? ഞാൻ പറഞ്ഞാതെ. രണ്ടുപേരുടെയും ചാർജ് ഈക്വൽ അല്ലേ? ഞാൻ പറഞ്ഞാതെ. രണ്ടുപേരുടെയും ചാർജ് എണ്ണവും ഈക്വൽ ആണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് കറണ്ട് ഡിഫറന്റ് ആയി? അതിന് കാരണമുണ്ട്. കറണ്ട് I ഈസ് ഈക്വൽ ടു NAV. അവിടെ ഈ V എന്ന് പറയുന്ന വെലോസിറ്റി ഇലക്ട്രോൺസിനാണ് കൂടുതൽ. N സെയിം ആണ്, A സെയിം ആണ്, E സെയിം ആണ്, എല്ലാം സെയിം ആണ്. പക്ഷേ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺ ഈസ് ഗ്രേറ്റർ ദാൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഹോൾസ്. Therefore ഇലക്ട്രോൺ കോൺസ്റ്റിറ്റ്യൂട്ട് മോർ കറണ്ട് ഈവൻ ഇഫ് their number of കോൺസെൻട്രേഷൻ ആർ ഈക്വൽ. ആ രണ്ടുപേരുടെയും കോൺസെൻട്രേഷൻ ഈക്വൽ ആണെങ്കിൽ പോലും കൂടുതൽ കറണ്ട് ഉണ്ടാക്കുന്ന ആരായിരിക്കും? ഇലക്ട്രോൺസ്, ബിക്കോസ് ഓഫ് their ഹൈ ഡ്രിഫ്റ്റ് വെലോസിറ്റി. അത് തന്നെയാണ് നമ്മുടെ ഇതിന്റെ ആൻസറും. അത് തന്നെയാണ് ഇലക്ട്രോൺസിന്റെയും ഹോൾസിന്റെയും എണ്ണം ഈക്വൽ ആണെങ്കിലും n ടൈപ്പിനകത്ത് ഇലക്ട്രോൺസ് ഉണ്ടാക്കുന്ന കറണ്ട് ആയിരിക്കും കൂടുതൽ, ബിക്കോസ് ദേ ആർ മൂവിംഗ് വിത്ത് വെരി ഹൈ ഡ്രിഫ്റ്റ് വെലോസിറ്റി. ദാറ്റ് ഈസ് ആൻസർ. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 32. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് A and B and identify the correct answer. A Zener diode is connected in reverse bias when used as a voltage regulator. ശരി. റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ മാത്രമേ സെനർ ഡയോഡിനെ ഉപയോഗിക്കൂ. അത് ഉപയോഗിക്കുന്നത് വോൾട്ടേജ് റെഗുലേഷന് വേണ്ടി മാത്രമാണ്. സാധാരണ ഡയോഡിന്റെ ഒരു ഉപയോഗവും അയാൾ ചെയ്യാറില്ല. ഓക്കെ. രണ്ടാമത്തത്, ദ പൊട്ടൻഷ്യൽ ബാരിയർ ഓഫ് PN ജംഗ്ഷൻ ലൈസ് ബിറ്റ്വീൻ 0.1 and 0.3. ആരുടേത്? ഈ നമ്മുടെ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ ആളുടേത് 0.1നും 0.3ക്കും ഇടയിലാണ്. തെറ്റ്. സാധാരണ കേസിൽ ഇവന്റെ പൊട്ടൻഷ്യൽ ബാരിയറിനെ കുറിച്ച്, അതായത് N ടൈപ്പ്, ഇത് ആരുടെ പൊട്ടൻഷ്യൽ ബാരിയർ? സെനർ ഡയോഡിന്റെ ആണെങ്കിൽ ഇത് പറയാൻ പറ്റില്ല. സിലിക്കൺ ഡയോഡ് ആണെങ്കിൽ 0.3 വോൾട്ട് ആണ് അവന്റെ പൊട്ടൻഷ്യൽ ബാരിയർ. ജർമേനിയൻ ഡയോഡ് ആണെങ്കിൽ 0.3 ആണ്. സിലിക്കൺ ഡയോഡ് ആണെന്നുണ്ടെങ്കിൽ 0.7 ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ബാരിയർ ഫോർ ജർമേനിയം ഈസ് ഈക്വൽ ടു 0.3 വോൾട്ട് ആൻഡ് ഫോർ സിലിക്കൺ ഇറ്റ് ഈസ് ഈക്വൽ ടു 0.7 വോൾട്ടുമാണ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ആൻസർ ആർക്കും ബാധകമല്ല, സെനർ ഡയോഡിന് ഒട്ടും ബാധകമല്ല. Therefore ആൻസർ A is correct and B is wrong. Therefore ഇവിടെ ഏത് പറയാം? A is correct and B is incorrect. Therefore answer is C. So Zener diode is always used in reverse biased condition and it is always used only for voltage regulation. And barrier voltage for germanium is equal to 0.3 or knee voltage. Barrier voltage പറയുന്ന വേറെ forward voltage after which current increases very rapidly is called knee volt. Knee voltage for germanium 0.3 and for silicon it is equal to 0.7. ഇവിടെ രണ്ടാമത്തെ ആൻസർ തെറ്റാണ്. ഓക്കെ. അങ്ങനെ നമ്മൾ 2021 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ ഇത് കഴിഞ്ഞാൽ ഇനി അടുത്ത 2020 ക്വസ്റ്റ്യൻസ് നമ്മൾ ഉടനെ തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് ഇതുപോലെ നമ്മൾ കുറേ സീരീസ് ആയിട്ട് ഇറക്കും. നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്ക് വിളിക്കാം, കാരണം നിങ്ങൾ പ്രയോജനം ചെയ്യണം. നമ്മളിതല്ല, ഞാനിപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് കുറേ കഷ്ടപ്പെട്ട് നമ്മൾ വീഡിയോ ഇറക്കുന്നു. ആ വീഡിയോ ഇറക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം കാണുക,
നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ എന്നോട് ചെയ്യാവുന്നൊരിത് മാക്സിമം പേർക്ക് ഷെയർ ചെയ്യുക. കാരണം നമ്മളൊരു വീഡിയോ ഇറക്കുമ്പോൾ നമുക്ക് എത്രയും പേർക്ക് കൂടുതൽ അത് കിട്ടുന്നുവോ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം പേർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും കൂടി ചെയ്യണം. ഇതൊക്കെ ചെയ്താൽ മാത്രമേ ഞാൻ ഈ ഇടുന്ന എഫർട്ടിന് നമുക്കൊരു റിട്ടേൺ എന്ന് പറയുന്നൊരു സാധനം കിട്ടും. പിന്നെ നിങ്ങളുടെ റിസൾട്ടുമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് 2020 ക്വസ്റ്റ്യൻ ഇറക്കും. ആ 20 കൂടെ ക്വസ്റ്റ്യൻ ഇറക്കിയതിനു ശേഷം 1918 ഇറക്കണമെന്നുണ്ട്. അതിനു മുമ്പ് നമ്മുടെ സബ്ജക്റ്റിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഞാൻ ബ്രീഫായിട്ടുള്ള തിയറി പാർട്ട്, അതിൻ്റെ ജനറൽ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഞാൻ പഠിപ്പിക്കും. ജനറൽ ഫോർമുലകൾ എല്ലാം ഞാൻ ഡിറൈവ് ചെയ്തു തരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇങ്ങനെയായിരിക്കും നമ്മൾ ഇനി പോവുക. അതുകൊണ്ട് നിങ്ങൾ ഇനിയുള്ള വീഡിയോസ് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനകത്ത് ഓരോ ചാപ്റ്റർ ആദ്യമേ നമ്മൾ ഏറ്റവും ഫിസിക്സിന് പഠിക്കുന്ന നമ്മൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ടെന്ന് പറഞ്ഞാൽ കുറേ അത്യാവശ്യമുള്ള കുറേ ചാപ്റ്ററുകളുണ്ട്, അത്യാവശ്യം കുറേ പോയിന്റുകളുണ്ട്. അത് ഞാൻ ഒരു ക്ലാസ് ആയിട്ട് ഞാൻ തീർക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ അത് അറിയാമെങ്കിൽ മാത്രമേ നീറ്റിന് നന്നായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റൂ. അത് ഞാൻ ഇറക്കും. അതേ ഗ്രാഫുകൾ എങ്ങനെ വരയ്ക്കണം, നമ്മുടെ എറർ എങ്ങനെയാണ്, അങ്ങനെയാണ്. പിന്നെ ഫസ്റ്റ് ചാപ്റ്ററൂടെ പഠിക്കും, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിമ്പിളായിട്ട് തള്ളിക്കളയരുത്. ഈ വർഷം തന്നെ 3 ക്വസ്റ്റ്യനാണ് അത് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഷെയർ ചെയ്യുക, മറ്റുള്ളവർ കാണട്ടെ. ഓക്കെ, ബൈ.